മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചുറ്റുപാടും കാണുന്ന ചെറിയ ചെറിയ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, കണ്ടുകൊണ്ടിരുന്നത്, കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ ഔഷധ ഗുണങ്ങളുള്ളതും എന്നാൽ വേറെ ചില കാര്യങ്ങൾ എന്നാൽ അതിന് മാർക്കറ്റിൽ നല്ല വിലയുള്ളതും അതുപോലെ തന്നെ നമുക്ക് പലതരം പാചകത്തിന്, ചൈനീസ് പാചകത്തിനൊക്കെ ഉപകരിക്കുന്നതും ഒരുമാതിരി എല്ലാ പച്ചമരുന്നുകൾക്കും ഔഷധങ്ങൾക്കും വൈദ്യന്മാർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2 തരമുണ്ട്. 2 തരവും എൻ്റെ വീട്ടിലുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ഒരു പ്രത്യേക തരം പ്ലാന്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പൂ കണ്ടോ, ലൈറ്റ് പർപ്പിൾ കളറാണ് പൂവ്. മഴ പെയ്തിട്ട് അത് അങ്ങ് ചീഞ്ഞു പോയി തുടങ്ങി, മഴയല്ലേ മുഴുവനും. ഇതിൻ്റെ വെള്ളപ്പൂവാണ്. ഇത് രണ്ടും ഒരേ പ്ലാന്റിൻ്റെ 2 കളറാണ്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ, വലിയ നല്ല ഡിസൈനൊക്കെയുള്ള വൈറ്റ് ഡിസൈനുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ലീഫാണ്. ഇതങ്ങനെയല്ല, ഇതിൻ്റെ ലീഫിൻ്റെ കളറൊന്ന് വേറെയാണ്. ഇതിൻ്റെ പൂ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പൂവ് വൈറ്റാണ്. സാധാരണ ഇതിന് വൈറ്റാണ് വരാറ്. ഇതിന് മാത്രമേ ഉള്ളൂ പർപ്പിൾ ഫ്ലവർ. ഈ 2 ചെടിയുടെ പേര് ഒരേ പേര് തന്നെയാണ്. 2 കളറിലാണ് അവർ ഇല പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. ഇത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്ലാന്റാണ്. ആയുർവേദ മരുന്നുകളിലൊക്കെ വൈദ്യന്മാർ സാധാരണ ചേർക്കുന്നതാണ്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്, റൈസോം. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് ഈ ഇല പുറപ്പെടുന്നത്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് റൈസോമാണ്. റൈസോം എന്ന് പറഞ്ഞാൽ പാരലായിട്ട് വളരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനാണ് റൈസോം എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഇഞ്ചിയുടെ ഫാമിലിയിൽ വരുന്നവരാണ്. ഇഞ്ചിയുടെ അതേ കൂട്ടുകാരാണ്. ഇഞ്ചിയുടെ അതേ ഇച്ചിരി ആരോമാറ്റിക് സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഡീപ്പ് രുചിയുമുള്ളതാണ്. 2 ഒരേ പ്ലാന്റ് തന്നെയാണെങ്കിലും അവരുടെ ഇലയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഒരുപോലെ തന്നെയാണ്. ഇല തന്നെയല്ല, ഈ ഗ്രീൻ കളറുണ്ടല്ലോ, ഈ ഗ്രീൻ കളർ പ്ലാന്റ് വെള്ളപ്പൂവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളർ പ്ലാന്റ് ഇപ്പോൾ അതേൽ പൂവുണ്ടല്ലോ, നമുക്ക് കാണാൻ മേലെ പർപ്പിൾ കളറാണ് ഇതിൻ്റെ. ഇത് ഇച്ചിരി റെയറാണ്. സാധാരണയായിട്ട് ഇതാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിലെ കിഴങ്ങുകളാണ് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത്. കിഴങ്ങ് എന്ന് ഉദ്ദേശിക്കുന്നത് റൈസോമാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൻ്റെ ഒരു പേരാണ് റൈസോം എന്ന്. ഇഞ്ചിയില്ലേ, ഏതാണ്ട് ഇഞ്ചി പോലെയൊക്കെ ഇരിക്കും. അതിൻ്റെ കിഴങ്ങ് ചിരണ്ടി ഉണങ്ങി പൊടിച്ച് വെച്ചാൽ ഒരുപാട് അസുഖത്തിന് മരുന്നാണ്. ഇതിൻ്റെ പേര് പറയാവോ? ഞാൻ തന്നെ പറയുക, രക്ഷയുള്ളൂ. ഇത് ഒത്തിരി അങ്ങ് എല്ലായിടത്തും കാണുന്നതല്ല, എന്നാൽ ഒരുപാട് വീടുകളിലൊക്കെ കാണാം. ഈ വെറൈറ്റി എനിക്ക് ഒരുപാടുണ്ട്, പറമ്പ് നിറച്ച് കിടപ്പുണ്ട്. ഇത് ഈ ഒരു ചട്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ഒരു ചട്ടിയിൽ ഇച്ചിരി താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ, ഒരു റോള് പോലെ അല്ലേ, കണ്ടോ, ചുരുണ്ട ഇല വിരിയുന്നത് ഇങ്ങനെ ഒരു കപ്പ് പോലെ. ഇങ്ങനെ ഇത് വിരിയാനുള്ള ഇലയാണ് ഈ ചുരുണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിൻ്റെ റൈസോമിന് ഒരു ഇഞ്ചിയുടെയൊക്കെ മണമാണ്. ഇച്ചിരി എരിവുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ഹാർഡാണ്, ഇത് കടിച്ചാൽ അങ്ങനെ പൊട്ടത്തില്ല. ഇത് നന്നായിട്ട് ചതച്ചുണങ്ങി പൊടിച്ചെടുത്ത് വെക്കാം. ഇതിൻ്റെ പേര് പറഞ്ഞേക്കാം അല്ലേ, അത് നിങ്ങൾ പറയണോ? കച്ചോലം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. 2 തരം കച്ചോലമുണ്ട്. ഇത് നീലക്കച്ചോലം എന്ന് ചിലർ പറയും. വലിയ നീല നിറമൊന്നുമില്ല. ഈ നാട്ടിൻപുറത്തെ പേരുകളാണല്ലോ ഇങ്ങനെ ഓരോന്ന് വരുന്നത്. മറ്റേത് പച്ച. അപ്പോൾ ഇതാണ് അതിൻ്റെ റൈസോം അല്ലെങ്കിൽ കിഴങ്ങ്. ഇതിപ്പം കുഴിച്ചിട്ടിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ വന്നിരിക്കുക. ഇനി ഇത് വണ്ണം വയ്ക്കും. അങ്ങനെയാണ് ഇഞ്ചി പോലെ ഇത് ആയിത്തീരും. ഇതിങ്ങനെ പാരലായിട്ട് വളരുന്നതുകൊണ്ടാണ് ഇതിനെ റൈസോം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് കിഴങ്ങ് വലുതായി കഴിയുമ്പോൾ ഇത് ചിരണ്ടി ക്ലീൻ ചെയ്ത് ഉണക്കി പൊടിച്ചു വെച്ചാൽ അത് തേൻ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ വിരശല്യം, വയറുവേദന ഒക്കെ മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ പൊടി സ്വല്പമിട്ട് എണ്ണ കാച്ചുവാണെങ്കിൽ താരന് മാറിക്കിട്ടും. പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇത് ഒത്തിരി നല്ലതാണ്, രക്തശുദ്ധി വരുത്താനായിട്ട്. അതുകൊണ്ടാണ് ദശമൂലാരിഷ്ടത്തിലൊക്കെ ഇത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്.
പിന്നെ ഇത് ചൈനീസ് പ്രിപ്പറേഷൻസിൽ, ഫുഡ് പ്രിപ്പറേഷനിൽ ഇത് അവർ ചേർക്കാറുണ്ട്. നമ്മൾ ചേർക്കാറില്ല. കാരണം ഇതിന് സുഗന്ധ ഇഞ്ചി എന്നും കൂടെ പറയും. കാരണം ഇതിനൊരു പ്രത്യേക പെർഫ്യൂമുണ്ട്. മണത്ത് നോക്കിയാൽ ഒരു നല്ല പെർഫ്യൂം ഉള്ളതുകൊണ്ടാണ് സുഗന്ധ ഇഞ്ചി എന്ന് പറയുന്നത്. പിന്നെ സാൻഡ് ജിഞ്ചർ എന്ന് പറയും. ഇതിൻ്റെ ഇലയുടെ പ്രതലം ഈ അടിഭാഗം ഉണ്ടല്ലോ ഇച്ചിരി ഒരു പരുപരിപ്പാണ്. അതുകൊണ്ടാണ് സാൻഡ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഒരു സാധാരണ എല്ലാ വീട്ടിലും കാണണമെന്ന് നിർബന്ധമില്ല. എനിക്കിതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇത് പറമ്പിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. പക്ഷേ പൊതുവേ എല്ലാവർക്കും ഇതാണ് റെയർ. പച്ച എല്ലായിടത്തും കാണും. അപ്പോൾ ഇത് അത്യാവശ്യം എനിക്ക് കുറച്ച് ഷെയർ ചെയ്യുമെങ്കിലൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ ഇത് നല്ലതാണ്. കാരണം ഇതിൻ്റെ പൊടിയുണ്ടെങ്കിൽ കുറച്ച് ഇടയ്ക്കൊക്കെ തേനിനകത്ത് സ്വല്പം കലക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിരശല്യം, വയറുവേദന ഒക്കെ മാറിക്കിട്ടും. പിന്നെ സന്ധിവേദനയ്ക്ക് നല്ലതാണ്. ഇത് മുട്ടുവേദനയുള്ളപ്പോൾ ഇത് കിഴങ്ങ് അരച്ച് പുരട്ടുന്നവരുണ്ട്. ഈ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ എല്ലാവരും, നാട്ടുവൈദ്യമല്ലേ. ഇതൊരു നാട്ടുവൈദ്യത്തിൽപ്പെട്ട ഒരു നല്ല ഔഷധ സസ്യമാണ്. ഇതിന് കുരുമുളകിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കൂടെ ചേർന്ന ഒരു രുചിയാണ്. പിന്നെ ഇത് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ചാറെടുത്ത് ഇപ്പോൾ പല എക്സ്പെരിമെൻറ്റ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം വഴി കൊതുകിൻ്റെ ലാർവ അല്ലെങ്കിൽ കൂത്താടി നശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു ഉപയോഗപ്രദമായ മരുന്നാക്കി നമുക്ക് സാധിക്കാം. സയൻറ്റിഫിക് സ്റ്റഡീസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധ സസ്യമാണ്. ഒരു നാടൻ ഔഷധ സസ്യമാണ്.